കോട്ടയത്ത് NSS ജനറൽ സെക്രട്ടറിക്കെതിരെ ഫ്ലെക്സ് വന്നിട്ടുണ്ട്. പൂഞ്ഞാർ ചേന്നാട് കരയോഗത്തിന്റെ പേരിലാണ് ഫ്ലെക്സ് ബോർഡ്. സുകുമാരൻ നായർ രാജിവെക്കണമെന്നാണ് ഫ്ലെക്സിൽ പറയുന്നത്. അഖിലുണ്ട് കോട്ടയത്ത് നിന്നും. അഖിൽ, അയ്യപ്പ വിശ്വാസികളായ സമുദായാംഗങ്ങളെ പിന്നിൽ നിന്ന് കുത്തിവഞ്ചിച്ച് പിണറായി വിജയന് പാദസേവ ചെയ്യുന്ന NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ രാജിവെക്കുക. എല്ലാം രാഷ്ട്രീയ സൂചനകൾ നൽകുന്ന പ്രസ്താവനകളാണ്, ഫ്ലെക്സുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കരയോഗക്കാർ തന്നെ സ്ഥാപിച്ചതാണോ അഖിൽ? ഡോക്ടർ അരുൺകുമാർ, ആ കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്നാലും ചേന്നാട് കരയോഗത്തിന്റെ പേരിലാണ് ഒരു ഫ്ലെക്സ് ബോർഡ് ഇത്തരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ ഈ സമുദായത്തെ വഞ്ചിച്ച ജനറൽ സെക്രട്ടറി രാജിവെക്കണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം. അല്ലെങ്കിൽ അതിൽ എഴുതി വെച്ചിരുന്ന വാക്കുകൾ എന്ന് പറയുന്നത് അത് അത്തരത്തിലാണ്. എന്തായാലും ചേന്നാടാണ് ഇപ്പോൾ ആദ്യമായി കോട്ടയത്ത് ഒരു ഫ്ലെക്സ് ബോർഡ്. മറ്റ് സംസ്ഥാനത്തെ മറ്റ് പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിലും കോട്ടയത്ത് പല ആളുകളും പരസ്യ പ്രതികരണമായ രംഗത്തെത്തി. പക്ഷേ ഫ്ലെക്സ് ബോർഡുകൾ വന്നിരുന്നില്ല. ഇപ്പോൾ പൂഞ്ഞാർ ചേന്നാടിലാണ് ഇപ്പോൾ ഒരു ഫ്ലെക്സ് ബോർഡുകൾ എന്തായാലും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ ജനറൽ സെക്രട്ടറി രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് വന്നിരിക്കുന്നത്. അതും ഈ ചേന്നാട് കരയോഗത്തിന്റെ പേരിലാണ്. അതിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേ പത്തനംതിട്ടയിലൊക്കെ കണ്ടതുപോലെ തന്നെ സമാനമായി പുറകിൽ നിന്നും കട്ടപ്പ ബാഹുബലി കുത്തുന്ന ആ ഒരു ചിത്രം, അതിന്റെ ഒരു പ്രതിരൂപമൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള ഒരു ഫ്ലെക്സ് ആണ് എന്തായാലും ചേന്നാട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ തുടർച്ചയായി പലയിടങ്ങളിലും ഒറ്റപ്പെട്ടതും അല്ലാതെയുമായ പരസ്യ പ്രതികരണങ്ങളും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ തന്നെ ഒരർത്ഥത്തിൽ നോക്കിയാൽ എല്ലാത്തിന്റെയും തീമുകൾ ഒന്നാണ്. കട്ടപ്പ പ്രമേയമാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ഒരു കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശാനുസരണം വരുന്നത് പോലെ തോന്നുന്നു, അല്ലേ അഖിൽ? അത്തരത്തിൽ തോന്നുന്നുണ്ട്. കാരണം ഇതിന്റെ ഒരു നിറം നമ്മൾ മുൻപൊക്കെ കണ്ടതുപോലെ തന്നെ ആ ഒരു കാവ്യനിറവും അതിനിടയിൽ നീലയിൽ എഴുതുന്നു, മറ്റേ കട്ടപ്പയുടെ ചിത്രം വരുന്നു. അങ്ങനെ ഒരു എല്ലാത്തിനും ഏകദേശം ഒരേ ഒരു രീതിയാണ്. ഈ അയ്യപ്പ സമുദായ സംഘങ്ങളെ പിന്നിൽ നിന്നും കുത്തി, അത് തന്നെയാണ് മറ്റ് നമ്മൾ മുൻപ് കണ്ട ഫ്ലെക്സുകളിലൊക്കെ തന്നെ കാണുന്നത്. അല്ലെങ്കിൽ ആ ഫ്ലെക്സുകളിലൊക്കെ എഴുതുന്ന വാചകങ്ങൾക്ക് തമ്മിൽ പോലും ഒരു സാമ്യത ഉണ്ടെന്നല്ല. അപ്പോൾ അത്തരത്തിൽ സ്വാഭാവികമായും ഒരേ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകുന്നതാണോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ വന്നതിലും ഈ കട്ടപ്പയുണ്ട്, പിന്നിൽ നിന്നും കുത്തിയ വാചകങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജി സുകുമാരൻ നായർ രാജിവെക്കണം എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും ചേന്നാട് കരയോഗത്തിന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഫ്ലെക്സ് ബോർഡിലെ ആവശ്യം എടുക്കുമാർ. ഓക്കെ, താങ്ക് യു. അഖിലാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ റഹീസാണ് തിരുവനന്തപുരത്തെ ഫ്ലെക്സിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചത്. ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളാണ്, അതുകൊണ്ടൊന്നും സുകുമാരൻ നായർ നിലപാട് പിൻവലിക്കാൻ പോകുന്നില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എങ്കിലും ഒരു പ്രതിഷേധം വേണമല്ലോ. തീർച്ചയായിട്ടും കരയോഗത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുണ്ടല്ലോ. BJP-യിൽപ്പെട്ടവരുണ്ട്, കോൺഗ്രസിൽപ്പെട്ടവരുണ്ട്, ഇടതുപക്ഷത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന വരുമ്പോൾ ബാക്കിയുള്ളവരുടെ പ്രതികരണങ്ങൾ ഉണ്ടാവും. അത് തികച്ചും സ്വാഭാവികമാണ്.